എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വൈജയന്തിയും കമലയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമല ഇപ്പോൾ വൈജയോടെ ചോദിക്കുന്നു, അതിന് പ്രൊമോഷൻ കിട്ടാൻ അവൾ ആരാ, സർക്കാർ ഉദ്യോഗസ്ഥയോ? അതിനെക്കാട്ടിലും മുകളിലെ തസ്തികയാണെന്നാണ് വൈജ പറയുന്നത്. ബാലേന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ഇത് കേട്ടപാടെ നിർത്താതെ ചിരിക്കുകയാണ് കമല. വൈജ വീണ്ടും പറയുന്നുണ്ട്, ഗോവർദ്ധൻ വീട്ടിൽ വന്നപ്പോൾ അവളെ അങ്ങനെയാ പരിചയപ്പെടുത്തേ. ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് കമല ചോദിക്കുന്നു, അതിന് ബാലചന്ദ്രൻ ആരാ, സെൻട്രൽ മിനിസ്റ്ററോ? ഇതൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നാണ് വൈജ കമലയോടെ പറയുന്നത്. ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്നെത്തുമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. ആ അലീന പിശാചിനെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പറവറപ്പിക്കണം. അതിനുവേണ്ടി എങ്ങനെയെങ്കിലും ഒരു ഹോം നഴ്സിനെ ഇടത്ത് എനിക്ക് കണ്ടെത്തി തരണമെന്നാണ് വൈജ ഇപ്പോൾ പറയുന്നത്. ഇതെല്ലാം കേട്ട ശേഷം കമല ഒന്ന് പറയുന്നുണ്ട്, നല്ല കോമഡിയാണല്ലോ നിന്റെ വീട്ടിൽ നടക്കുന്നത്. മറുപടിയായി വൈജ, ഒരു ഹോം നഴ്സിനെ കൊണ്ടല്ലാതെ ഞാനിനി ആ വീട്ടിലേക്കില്ല. കമല ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ അവളാണോ ഇതിനവിടെ ഭരണം? മറുപടിയായി വൈജ, ബാലേന്ദ്രനെ കാണുമെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പാസ് എടുക്കണം. അവള് ഫുഡ് പോലും മേളിക്കൊണ്ടുപോയി ബാലചന്ദ്രനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. എന്തിനു പറയണം, വെറും ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കണേ പോലും അവളെ വിളിക്കും. മുറിയിലേക്ക് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരുന്നത്. ഇത് കേട്ടപാട കമല, അവരതിന് അവിടെ എന്ത് ചെയ്യുക? കഥ പറച്ചിലാണെന്നാണ് വൈജ പറയുന്നത്. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിച്ചു തരാനായിട്ടാണ് വൈജ ഇപ്പോൾ കമലയോട് പറയുന്നത്. നീ എന്തായാലും സമാധാനമായിട്ടിരിക്കുക. ഈ ഹോം നഴ്സുമാരെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഏജൻസി ഉണ്ടല്ലോ, ഞാൻ എന്തായാലും അവിടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് കമല പറയുന്നു. അതിനുശേഷം വീട്ടിൽ വെച്ച് അലീന ഈ സമയം രേവതിക്കുട്ടിയുമായി സംസാരിച്ചുകൊണ്ട് ഫോണിലിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ചാടിപ്പോറണമെന്നാണ് രേവതി ഇപ്പോൾ അലീനയോട് പറയുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ മാഡം ചേച്ചിക്കിട്ട് വല്ല പാരയും വെച്ച് കളയും. ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത സാധനമല്ലേ അത്. എന്നാൽ ഇത് കേൾക്കുന്ന അലീന, എടി നീ എൻ്റെ അമ്മയെ പറ്റിയാണ് പറയുന്നത്, ആ കാര്യം നിനക്ക് ഓർമ്മ വേണം. രേവതി തുടരുകയാണ്, എന്തിന് ഇങ്ങനൊരമ്മ? ഇവിടെ വന്ന് ഗ്രേസമാൻഡിയുടെ ചെരുപ്പ് കഴുകാൻ പറ, കുറച്ച് മനുഷ്യത്വം അങ്ങനെയെങ്കിലും പഠിക്കട്ടെ. അലീന ഇപ്പോൾ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, മാഡം ഇപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എന്നെ വെല്ലുവിളിച്ച് കാറെടുത്ത് പോയിട്ട് തന്നെ കുറേ നേരമായി. അതിന് മാത്രം അവിടെ എന്താ ഉണ്ടായെന്നാണ് രേവതി ഇപ്പോൾ ചോദിക്കുന്നത്. ഗോവർദ്ധൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് കടയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നെ വിളിച്ച് ഗോവർദ്ധനെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് പുതിയൊരു ഡെസിഗ്നേഷൻ കൂടി തന്നു, സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ഗോവർദ്ധനാകട്ടെ ഈ കാര്യം ചെന്ന് മാഡത്തിനോട് പറഞ്ഞു. എന്നെ ഇങ്ങനെ നിയമിച്ചത് മാഡത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ മാഡം. അതെന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. എങ്ങാനും മാഡം ചേച്ചിയെ പുറത്താക്കുവാണെങ്കിൽ ഈ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയില്ലേ, അതും വിചാരിച്ച് ഇറങ്ങി പോന്നേക്കണം. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ മാഡം എന്ത് ബോംബും കൊണ്ടാണ് തിരിച്ചു വരുന്നതെന്ന് അലീന. രേവതി ഇപ്പോൾ ഒന്നും കൂടി പറയുന്നുണ്ട്, ഇനി ചേച്ചി അവിടെ നിന്നാൽ ഒട്ടും തന്നെ ശരിയാകത്തില്ല. അക്കാര്യം ഇപ്പോഴും ഓർമ്മ വേണം. പക്ഷേ സാറിൻ്റെ കാര്യം ഓർക്കുമ്പോഴാ സാറിനെ ഇട്ടിട്ട് എങ്ങനെ വരാനാണെന്ന് അലീന ചോദിക്കുമ്പോൾ, എങ്കിൽ പിന്നെ സാറിനെ കൂടി ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് രേവതി പറയുന്നു. രേവതി അലീനയോട് ഇത് കേട്ടപാടെ പറയുന്നു, ചുമ്മാ കളിയാക്കാതെ, ഇവിടെ മനുഷ്യരുടെ ജീവിതം നേറിപ്പുകയുമ്പോഴാ നിന്റെ ഒരു തമാശ. ഇത് കേട്ടിട്ട് ദേഷ്യത്തോടെ രേവതി, എങ്കിൽ പിന്നെ അവിടെ തന്നെ കിടന്നോ, ഇങ്ങോട്ടേക്ക് വരണ്ട. എന്നാ ശരി, എനിക്കിവിടെ കുറച്ച് പണികളുണ്ടെന്ന് പറഞ്ഞ് അലീന വേഗം തന്നെ കോള് കട്ട് ചെയ്യുന്നു. കൃഷ്ണ ഇപ്പോൾ ഫോൺ വെച്ച ശേഷം ഈ വിവരങ്ങളെല്ലാം ഗ്രേസി ആൻറ്റിയോടും മാമച്ചനങ്ങളോടും പറയുകയാണ്. ആ വീടിപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ബബിത, രോഹിത്, വൈജയന്തി ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പ്, ബാലേന്ദ്രൻ സാറും അലീനയും മറ്റൊരു ഗ്രൂപ്പ്. ഇത് കേൾക്കുന്ന ഗ്രേസി ആൻറ്റി, അപ്പോൾ കൃഷ്ണയോ? മറുപടിയായി രേവതി, അവൾ ഇതിലൊന്നും പെടാത്ത ഒരു റെഫറി മാത്രമാണ്. ഇതെല്ലാം കേട്ട ശേഷം ഗ്രേസി ആൻറ്റി സ്വന്തം തള്ള അവളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ശത്രുവായി കാണേണ്ട ആളോ അവളെ മൂത്ത മകളായിട്ടും. പക്ഷേ കാര്യങ്ങൾ ഇവിടെ നിന്നും കൊണ്ട് തീർന്നിട്ടില്ല ആൻറ്റി. അലീന ചേച്ചിയുടെ വിക്കറ്റ് തെറിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് വൈജയന്തി മാഡം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് ഗ്രേസി ആൻറ്റി ചോദിക്കുമ്പോൾ, അതൊന്നും അറിയത്തില്ല, കാറും എടുത്ത് പാഞ്ഞൊരു പോക്കാണെന്നാ അറിഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് ഗ്രേസി ആൻറ്റി ഒന്ന് പറയുന്നുണ്ട്, എന്തായാലും അവൾ ചെന്ന് ചേർന്ന സ്ഥലം കൊള്ളാം. ഈ ബ്രിജിത്താമ്മ അറിഞ്ഞുകൊണ്ട് വല്ല പണിയും ചെയ്തതാണോ? മറുപടിയായി രേവതി, ബ്രിജിത്താമ്മ വളരെ പാവമായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് മാത്രമേ കരുതി കാണൂ. അതിനുശേഷം അലീന ചേച്ചിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് സർ അപ്പോയിന്റ് ചെയ്തു എന്നും രേവതി അവരെ അറിയിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഗ്രേസി ആൻറ്റി രേവതിക്കുട്ടിയോട് എന്ന് പറയുന്നു, അവിടെ ദിവസവും ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് നീ ഇനി ദിവസവും വിളിച്ച് അവിടുത്തെ വിവരങ്ങളെല്ലാം തിരക്കണം കേട്ടോ എന്ന്. ഇതേ സമയം തന്നെ ബാലചന്ദ്രന്റെ വീട്ടിലിപ്പോൾ ബാലചന്ദ്രനുള്ള ഭക്ഷണവുമായി അലീന മുകളിലെ മുറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോർ തുറന്ന് ബാലചന്ദ്രനുള്ള കഞ്ഞിയും മറ്റ് സാധനങ്ങളും മേശപ്പുറത്ത് വെച്ച ശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് അലീന. എന്നാൽ ഇത് കാണുന്ന ബാലചന്ദ്രൻ, അവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന് പറയുന്നു. എന്തായാലും നീ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ചിരിക്കുകയാണ് അലീന. മറുപടിയെ ബാലചന്ദ്രൻ, നിനക്ക് ഇതെല്ലാം തമാശയാണല്ലേ എന്ന് ചോദിക്കുന്നു. വീട്ടിൽ വെച്ച് വിളമ്പുകയും പാത്രം കഴുകുകയും വീട് തുടക്കുകയും ചെയ്യുന്ന ഒരാളുടെ പേര് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. എന്താ അത് കൂടിപ്പോയെന്നാണ് ബാലൻ ചോദിക്കുന്നത്. കുറച്ചധികം കൂടിപ്പോയെന്ന് അലീനയും പറയുന്നു.
എന്തായാലും അത് കയ്യിൽ നിന്ന് പോയില്ലേ, ഇനി തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലെന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം എല്ലാം വളരെ നന്നായിട്ടുണ്ടെന്ന് അലീനയോടായി പറയുന്നു. ശേഷം ബാലൻ അലീനയോടെ ഒന്ന് ചോദിക്കുന്നു, അലീന ശരിക്കും ഏത് നാട്ടുകാരിയാണ്? ഞാൻ കഴക്കൂട്ടം തിരുവനന്തപുരത്തുള്ളതാണെന്ന് അലീന പറയുന്നു. അവിടെയാണോ ജനിച്ചതെന്നാണ് ഇപ്പോൾ ബാലൻ ചോദിക്കുന്നത്. മറുപടി അലീന അതെനിക്ക് അറിഞ്ഞുകൂടെന്ന് പറയുന്നു. അച്ഛനും അമ്മയും ആരാണെന്നറിയില്ലേന്ന് ഇപ്പോൾ ബാലൻ ചോദിക്കുന്നു. മറുപടി അലീന ഞാൻ ഉണ്ടായിട്ട് 1-2 ദിവസത്തിനകം തന്നെ എന്നെ സ്നേഹനികേതത്തിൽ എത്തിച്ചു എന്നാണ് ബ്രിജിത്ത മമ്മി പറഞ്ഞത്. ആരെത്തിച്ചു എന്നാണ് ഇത് കേട്ടപാടെ ബാലേന്ദ്രൻ ചോദിക്കുന്നത്. മറുപടി അലീന അതാരാണെന്ന് ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അലീനയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്നറിയില്ല, പക്ഷേ ബ്രിജിത്ത മമ്മിക്ക് അതറിയാം എന്നല്ലേ ഇപ്പോൾ പറഞ്ഞതെന്ന് ബാലൻ ചോദിക്കുന്നു. ഒന്നും പറയാതെ മടിച്ചു നിൽക്കുന്ന അലീനയോട് സത്യം പറയണോ അതോ കള്ളം പറയണോ എന്നാണോ ഇപ്പോൾ ആലോചിക്കുന്നതെന്നാണ് ബാലൻ ഇപ്പോൾ അലീനയോട് ചോദിക്കുന്നത്. മറുപടി അലീന ബ്രിജിത്ത മമ്മിക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടപാടെ ബാലൻ എന്നിട്ട് അലീന ഇതുവരെ അത് മമ്മിയോട് ചോദിച്ചിട്ടില്ല? മറുപടി അലീന ഞാൻ ചോദിച്ചെന്നും ഞാനല്ലാതെ അത് മറ്റൊരാൾ അറിയരുതെന്ന് സത്യം ചെയ്ത ശേഷമാണ് എന്നോട് അറിയിച്ചതെന്നാണ് ബാലനോട് ഇപ്പോൾ പറയുന്നത്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ അവിടെ ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തു, ബുദ്ധിമതിയാണെന്ന് പറയുന്നു. മറുപടി അലീന ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ മമ്മിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ആരോടും പറയില്ല എന്ന്. ബാലൻ മറ്റൊന്നുകൂടി ചോദിക്കുന്നുണ്ട്, അവരെ കാണാൻ ശ്രമിച്ചിട്ടില്ലേ അവരറിയാതെ? ഈ ചോദ്യം കേട്ടപാടെ അലീനയാകെ പതറുകയാണ്. മറുപടി അലീന വളരെ ആലോചിച്ച ശേഷം ഒരാളെ ഞാൻ കണ്ടു എന്ന് സമ്മതിക്കുന്നു. ഇത് കേട്ടപാടെ ബാലൻ ആരെയാ കണ്ടതെന്ന് അലീനയോടെ ചോദിക്കുന്നു. ഒരാളെ ഞാൻ കണ്ടുവെന്നും ഇനി ആരെയും തന്നെ എനിക്ക് കാണണ്ടെന്നാണ് അലീനയുടെ മറുപടി. ആരെയാണ് അലീന ഇപ്പോൾ കണ്ടതെന്ന് ബാലൻ എടുത്തു ചോദിക്കുന്നു. അമ്മയാണോന്നാണ് ബാലൻ ചോദിക്കുന്നത്. മറുപടി അലീന വേണ്ട, അതെന്തായാലും എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്ന് കെട്ടുപോകട്ടെ. ബാലൻ മറ്റൊന്നുകൂടി അലീനയോട് ചോദിക്കുന്നുണ്ട്, ബ്രിജിത്ത മമ്മിയുടെ കൂടെ എപ്പോഴും സന്തോഷം തന്നെയായിരുന്നോ? ഇടയ്ക്കൊക്കെ സങ്കടവും ഉണ്ടെന്ന് അലീന പറയുന്നു. ബ്രിജിത്ത മമ്മിയുടെ കൂടെ ഞാനായിരുന്ന സമയത്ത് ചെറുപ്പത്തിൽ നല്ലൊരു ഉടുപ്പിനായി ഞാൻ കൊതിച്ചിട്ടുണ്ട്, കാലിൽ ചെരുപ്പിടാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, നല്ലൊരു ഉടുപ്പിനായിട്ടും നല്ല ഭക്ഷണത്തിനുമായിട്ടൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അനാഥക്കുട്ടി എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും നമ്മൾക്കറിയില്ലല്ലോ. വലുതായപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മമ്മി കാണിച്ചു തന്നു, എന്തൊക്കെ ആഗ്രഹിക്കാം, വെറുതെ ഒന്നിനെയും ആഗ്രഹിച്ച് നിരാശപ്പെടേണ്ട. മമ്മിയായിരുന്നു ഞങ്ങളുടെ പാഠപുസ്തകം, ഞങ്ങളുടെ വഴികാട്ടി, ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഞങ്ങളുടെ മമ്മിയുടെ വില എന്തായിരുന്നു എന്ന്. ലോകത്ത് അതേപോലെ ഒരമ്മ എങ്ങും കാണത്തില്ല. ഇത്രയും പറഞ്ഞ ശേഷം അലീന ഇരുന്ന് കരയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം നിർത്തുകയാണെന്ന് ബാലൻ അറിയിക്കുന്നു. ഇനി ഒന്നും തന്നെ എന്നോട് പറയേണ്ടതില്ല. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.